ഹായ് അസ്സലാമലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കിഡിലും ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറി റെഡിയാക്കാനായിട്ട് ഞാൻ ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. കറി വയ്ക്കാൻ ആവശ്യമായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാക്കുന്ന സമയത്ത് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 കഷ്ണം പട്ടയും ഒരു തക്കോലവും 2-3 ഗ്രാമ്പൂവും ഏലക്കയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി ഇവിടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉള്ളി ഇട്ട് കൊടുത്ത സമയത്ത് വലിയ ഉള്ളി 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കട്ട് ചെയ്യാതെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളിയുടെ കളറിന് ചേഞ്ചായി വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 കറിവേപ്പിലയും ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാവുന്നതാണ്. മുളക് മല്ലിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ ബീഫിൽ അരപ്പ് വെള്ളത്തൊക്കെ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഉള്ളി വഴറ്റിയ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ അത് ഈ ഒരു സമയത്താണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പം ബീഫിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ആ അരപ്പൊക്കെ നന്നായിട്ട് ഇതാ ബീഫിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ബീഫ് നിങ്ങൾ കുക്കറിലാണ് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത കണക്കെല്ലാം കുക്കറിലാക്കിയതിന് ശേഷം ഉള്ളിയൊക്കെ വഴറ്റി മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ കേൾപ്പിച്ചെടുക്കാവുന്നതാണ്. ബീഫിൻ്റെ വേവ് കണക്കിരിക്കും കേട്ടോ. വിസിലിൻ്റെ എണ്ണം കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ബീഫ് ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് പറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കുരുമുളകും പെരിഞ്ജീരകവും കൂടെ നമ്മൾ വലിയ ജീരകം ഇല്ല അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറി മസാല 1 സ്പൂണും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ പെരിജീരകവും തക്കോലും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ടാണ് കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.